മക്കത്തെ കല്യാണ രാവ്, ഖദീജക്ക് കല്യാണ നാള്, മുഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ. നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? എവിടുന്നാ കേട്ടിട്ടുള്ളത്? ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കണ്ടിട്ടുണ്ട് അല്ലെ, മില്യൺ കണക്കിന് ആളുകൾ ഇത് കണ്ടിട്ടുണ്ട്. ഇത് കാണാനുള്ള ഒരു കാരണം എന്താണ്? ഈ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട്. അനന്ത് ജ്യോതി എന്ന മെടുക്കി കുട്ടിയുടെ വോയിസിൽ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട് അല്ലെ. അതൊരു കാരണമാണ്. മറ്റൊരു കാരണം ബാബയുടെ അഭിപ്രായത്തിൽ പറയാണ്, നമ്മുടെ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യൻസും പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം താമസിക്കുന്നുണ്ടല്ലേ, ജീവിക്കുന്നുണ്ടല്ലേ. പല വ്യത്യസ്തതകൾ ഉണ്ടെങ്കിലും നമ്മൾ എപ്പോഴും സൗഹൃദവും സാഹോദര്യവും സ്നേഹമൊക്കെ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊക്കെ അതിൽ വിള്ളലുകൾ വരുന്നുണ്ട്. ഈ വിള്ളലുകൾ ഭയപ്പെടുന്ന ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. എപ്പോഴും സാഹോദര്യവും സ്നേഹവും സൗഹൃദമൊക്കെ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അവര് ഒരു അയ്യപ്പ വിളക്കിനിടയിൽ ആ ഭജന സംഘം പാടിയ പാട്ടാണല്ലോ, ആ കുട്ടിയാണ് ഇതിൽ ഹൈലൈറ്റ് ആയത്, കുട്ടിയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ആ പാട്ടിൽ എന്താണ് പ്രത്യേകത? മുസ്ലിം നാമങ്ങൾ പറയണ്ട അല്ലെ, ഖദീജ, മക്ക. അതോടൊപ്പം ഇതൊരു മാപ്പിളപ്പാട്ടിൽ ഈണാണ്. അപ്പോൾ വ്യത്യസ്ത മതത്തിലുള്ള ആളുകൾ വ്യത്യസ്ത മതത്തിന്റെ സിമ്പലുകളുള്ള ഒരു പാട്ട് പാടിയപ്പോൾ സൗഹൃദവും സ്നേഹവും സാഹോദര്യമൊക്കെ ഇഷ്ടപ്പെടുന്ന, ഒരിക്കലും അതിലൊന്നും വിള്ളലുകൾ ഉണ്ടാവാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഇതിനെ വൈറലാക്കി. നമ്മളും അതന്നെയല്ല ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും അതിലൊക്കെ നമ്മുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ നമ്മൾ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അപ്പം നമ്മൾ തന്നെ ഒരു വീട്ടിലാണെന്ന് വിചാരിച്ച് പല അഭിപ്രായങ്ങളില്ലേ പല കാര്യങ്ങളിലും. നമ്മളുടെ ഭക്ഷണത്തിലെ ടേസ്റ്റുകൾ വ്യത്യാസമല്ലേ. എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഭക്ഷണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? നൂഡിൽസ് ഒന്നും എനിക്കിഷ്ടമല്ല, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ യാത്ര പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഉമ്മക്ക് പോകാൻ താല്പര്യമുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ നമ്മൾ സ്നേഹത്തോടെ സന്തോഷത്തോട് കൂടിയിട്ട് പല സ്ഥലങ്ങളിലും പോകാറില്ലേ. അതുപോലെ നമ്മുടെ ഈ രാജ്യത്തും ലോകത്തൊക്കെ അഭിപ്രായങ്ങളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമാണെങ്കിലും അവിടെ ഒരു സ്നേഹവും സാഹോദര്യവും സൗഹൃദമൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെ, നമുക്ക് ആശിക്കാം. അപ്പോ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ബാബയും കുട്ടികളും.